അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരു പൊന്നുമോൻ്റെ ഒരു ചെറിയ സംഭവം അല്ലേ. അള്ളാഹു പൊന്നുമക്കളെ, ഓരോരോ മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകുന്ന മക്കൾ എന്തോ ഒരു ഭാഗ്യമല്ല മാതാപിതാക്കളെ. ഈ മകൻ അള്ളാഹു ആ കുടുംബത്തിൽ നല്ല വലിയൊരു അനുഗ്രഹമാണ്. ഉപ്പ മരണപ്പെട്ടു പോയിട്ടും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ഉപ്പായുടെ ഖബർ പോയി സിയാറത്ത് ചെയ്യുന്ന ഒരു മകന്, ആ മകന് കൊണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നും സുബൈക്ക് പോയി ഉപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഖബർ സിയാറത്ത് ചെയ്യാനായി ഉപ്പാൻ്റെ ഖബറിൻ്റെ അരികിൽ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖബറിൻ്റെ അരികിൽ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളാക്കട്ടെ. അള്ളാഹു നൽകുന്ന മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ സ്വാലിഹീങ്ങളാകണം. നമുക്ക് നാളെ പരലോകത്ത് നമ്മുടെ ശത്രുക്കളായി വരുന്നത് നമ്മുടെ പൊന്നു മക്കളായിരിക്കുമെന്നാണ്. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായില്ലെങ്കിൽ നാളെ പരലോകത്ത് വലിയ നഷ്ടമാണ്. ഞാൻ വലിയ നിസ്കാരക്കാരും വലിയ ആളുകളായിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ മക്കൾ നന്നായിരിക്കണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും മുഖ്റവീങ്ങളാക്കട്ടെ. ഇരുലോകത്തും നമുക്ക് ഉപകരിക്കുന്ന പൊന്നുമക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കെല്ലാം അള്ളാഹു സ്വാലിഹായ മക്കൾ നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്തവരുണ്ട്. ഓരോ മാതാപിതാക്കളെ മക്കളെ കൊണ്ട് വലിയ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട്. മക്കളൊന്നും മരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു ദ്വാരക്കാൻ വേണ്ടി സംഭാവന വരെ നൽകുന്ന മാതാപിതാക്കളുള്ളൊരു കാലഘട്ടമാണ് നാം. മകൻ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. യാ അല്ലാഹ്, ആ മക്കളെ നീ സ്വാലിഹീങ്ങളും മുഖ്റവീങ്ങളാക്കണേ റബ്ബേ. ഇരു ലോകത്തും ഉപകരിക്കുന്ന പൊന്നുമക്കളെ കൂട്ടത്തിൽ അള്ളാഹു ആ മക്കളെ ഉൾപ്പെടുത്തട്ടെ. ഈ മകൻ എല്ലാ ദിവസവും വാപ്പ മരിച്ചതിൻ്റെ ശേഷം വാപ്പാൻ്റെ ഖബറിനരികിൽ പോയി സിയാറത്ത് ചെയ്യുന്ന പൊന്നുമകനാണ്. ഈ മകനെ നിങ്ങൾ അറിഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഈ മകനെ അറിഞ്ഞിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ ഈ മകനെക്കുറിച്ച് കേട്ടിരിക്കാം. ഈ മകൻ എപ്പോഴും വാപ്പാൻ്റെ ഖബറിനരികിൽ പോയി സിയാറത്ത് ചെയ്യും. ഒരു ദിവസം ഇങ്ങനെ ഖബറിൽ ഇങ്ങനെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാപ്പാൻ്റെ ഖബറിൻ്റെ തൊട്ടടുത്ത ഒരു ഖബറിൽ നിന്ന് ഒരു വല്ലാത്ത ഭീകരമായ ഒരു ശബ്ദം, വല്ലാത്ത ശിക്ഷ അനുഭവിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ചെറിയ മോനാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാനുള്ള ആ പ്രായമൊന്നും ഇല്ല. അപ്പോൾ മകൻ അവിടെ നേരെ പോയി അവിടെ വഴിയിൽ പോകുന്ന ഒരാളോട് ചോദിച്ച്, ഞാനിങ്ങനെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തൊട്ടടുത്ത ബാപ്പാൻ്റെ തൊട്ടടുത്ത ഖബറിൽ നിന്ന് ഒരാളിങ്ങനെ ഞരങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ് കഥ, എന്താ സംഭവം? അപ്പോൾ അയാൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, അതൊരു നല്ല മനുഷ്യനാണ്, എന്നും നിസ്കരിക്കാൻ വരുന്ന, ആറ് ഗീബത്ത് നമീമത്ത് ഏഷന് ഒന്നും പറയാത്ത നല്ലൊരു സ്വാലിഹായ ആളാണ് അയാളെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൻ ചോദിക്കുകയാണ്, അത്രയും സ്വാലിഹായ ഒരു മനുഷ്യന് എന്തിനാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്, എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ മകനോട് ആ ആൾ പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ വല്ലാത്ത ഇന്ന് നമ്മുടെ സമുദായത്തിൽ നമുക്ക് നിസ്സാരമായി കാണുന്ന ഒരു തെറ്റാണ് അയാൾ സൂചിപ്പിച്ചത്. അതായത് അയാൾ പലിശയുമായി, ബഡ്ഡിയുമായി, ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തുന്നുണ്ട്. ആദ്യം ഒരു കച്ചവടക്കാരനായിരുന്നു, പിന്നെ പലിശയുമായുള്ള ഇടപാടിൽ അയാൾ ഏർപ്പെട്ടു. അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കുട്ടി അന്ന് സിയാറത്ത് ചെയ്യാൻ പോയത്, ഈ ശബ്ദം കേൾക്കുന്ന രാത്രി എപ്പോഴെന്നറിയോ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന റമദാൻ്റെ 27-ൻ്റെ പകലാണ് ഈ കുട്ടി ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഈ ഒരു ശബ്ദം കേൾക്കുന്നത്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഈ പ്രത്യേകമായ ദിവസത്തിന് ഒരുപാട് ആളുകൾക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കുന്ന ദിവസങ്ങളാണ്. അന്നു പോലും ഈ ഖബറിൽ ഇങ്ങനെ ശിക്ഷ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പലിശ എന്നുള്ളത് ഇതെന്തെങ്കിലും ഒരു കഥ പറയുകയല്ല, ഇത് കിതാബിൽ ഉദ്ധരിച്ച കഥയാണ്. ആ കുട്ടി എൻ്റെ പ്രിയപ്പെട്ടവർ ലോകറിയപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതനായി മാറി. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹജൻ അൽ ഹൈതമി മക്കി റളിയല്ലാഹു അൻഹു ആ ചെറിയ കുട്ടി. ചെറുപ്രായത്തിൽ തന്നെ പാപ്പ മരണപ്പെട്ടു, ഇന്നും പാപ്പാൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മോൻ പിന്നെ വല്ല ലോകറിയപ്പെട്ട പണ്ഡിതനായി ആ കുട്ടി മാറി എന്നുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല, എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ തിന്മകളൊക്കെ നിസ്സാരമാണ്. പലിശയുമായി ബന്ധപ്പെട്ട തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ,
പണം അങ്ങ് കൊടുത്ത് തിരിച്ച് വാങ്ങുമ്പോൾ അല്ലേ, ഒരാൾക്ക് എന്തെങ്കിലും കഷ്ടപ്പെടുമ്പോൾ അവർക്ക് കടം കൊടുത്തിട്ടോ അല്ലെങ്കിൽ സഹായിച്ചോ സഹകരിച്ചോ നാം മുന്നോട്ട് പോകേണ്ട ഒരു മുസ്ലിമീങ്ങളായ നാം ഇന്നങ്ങനെയല്ല. നമ്മിൽ പണമുണ്ടെങ്കിൽ അത് കൊടുത്ത് തിരിച്ചുമാകുമ്പോൾ കൂടുതൽ ഇങ്ങോട്ട് വാങ്ങുന്നത് അത് വലിയ കുറ്റകരമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെടുന്ന തെറ്റുകൾ നമുക്കൊക്കെ നിസ്സാരമാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഗുരുതരമായ ഒരു തെറ്റാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് സ്വാലിഹായ മക്കളെ നൽകട്ടെ. പൊന്നുമക്കൾ ഖബറിൻ്റെ അരികിൽ ഇരുന്ന് ആ ഓതുന്ന രംഗങ്ങൾ ചില ഖബർസ്ഥാനയിലൊക്കെ കാണുമ്പോൾ കൊതിയാവുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ അത്തരത്തിലുള്ള മക്കളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് മക്കളെ നാം മതപരമായ വിഷയത്തിൽ ഗൗരവത്തിൽ കാണണം. മക്കൾക്ക് ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധമായ ദീനും ആയി ബന്ധപ്പെട്ട വിഷയം നല്ല അച്ചടക്കമുള്ള മക്കളായി നാം വളർത്തണം. മക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, ലൈസൽ യതീമുല്ലദി ഖദ് മാത വാലിദുഹു ഇന്നൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി. ലൈസൽ യതീമുല്ലദി ഖദ് മാത വാലിദുഹു. യതീം എന്ന് പറഞ്ഞാൽ ആരാണ്? മാതാപിതാക്കൾ മരണപ്പെട്ടവനല്ല യതീം. ലൈസൽ യതീമുല്ലദി ഖദ് മാത വാലിദുഹു ഇന്നൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി. ഇൽമു അദബ് പഠിപ്പിച്ചില്ലേ, ആ കുട്ടി യതീമാണ്. മാതാവുണ്ട്, പിതാവുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ആ കുട്ടിക്ക് മതപരമായ ഇൽമു ആ ഉപ്പ പഠിപ്പിച്ചില്ല, അതുപോലെ അദബ് പഠിപ്പിച്ചില്ല എങ്കിൽ ആ കുട്ടിൻ്റെ പ്രിയപ്പെട്ടവരെ യതീമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുമ്പോൾ നാം നമ്മുടെ മക്കൾക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവർക്ക് അറിവും അദബും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് നാം ഇന്ന് മരണപ്പെട്ടാൽ നമ്മുടെ എല്ലാ അമലുകൾ മുറിഞ്ഞു പോകുമെന്നാണ് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിൽ ബാക്കിയാകുന്നത് നാം ചെയ്ത ജാരിയായ സ്വതക്ക, അതുപോലെ വലതും സ്വാലിഹായ മക്കൾ. ഈ ഹദീസ് ഗൗരവമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതായത് നീ മരണപ്പെട്ടാൽ നിനക്ക് നിൻ്റെ മക്കൾ ബാക്കിയാണ് എന്ന് പറഞ്ഞില്ല, നിൻ്റെ മക്കൾ നിനക്ക് ഉണ്ട് എന്ന് പറഞ്ഞില്ല. പറഞ്ഞതോ വലതുൻ, നിനക്ക് മക്കളുണ്ട് നീ പേടിക്കണ്ട എന്ന് പറഞ്ഞതല്ല. വലതുൻ സ്വാലിഹായ മക്കൾ. ചില ഉമ്മമാരൊക്കെ പറയാറുണ്ട്, അതായത് എനക്കൊന്നും പേടില്ല ഉസ്താദ്, കാരണം എൻ്റെ മകൻ ഭയങ്കര കോടീശ്വരനല്ലേ, ഞാൻ മരണപ്പെട്ടാലൊക്കെ എൻ്റെ മകൻ 40 ദിവസം പോലും ഖത്മുൽ ഖുർആൻ അതുപോലെ ഖബറിനരികിൽ ജാമഹത്തൊക്കെ ചെയ്യുന്ന നല്ല സാമ്പത്തിക കഴിവുള്ള ആളാണ് എൻ്റെ മകൻ, എനിക്കൊന്നും പേടിയില്ല. അത് ഉപകരിക്കുമെന്ന് പറഞ്ഞില്ല. അതല്ല, വലതും സ്വാലിഹ്, നിൻ്റെ മകൻ സ്വാലിഹായാൽ നിനക്ക് ഉപകരിക്കുമെന്നാണ്. മക്കൾ സ്വാലിഹാകണം. 5 നേരം നിസ്കാരത്തിലും ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീന റബ്ബന. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന 5 നേരത്തിൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കൾക്ക് ആദ്യം ദുആ ചെയ്യുക. പിന്നെയാണ് നമ്മുടെ കാര്യം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. ആദ്യം മാതാപിതാക്കൾക്ക്, പിന്നെ ഒരു പെണ്ണാണെങ്കിൽ ആദ്യം ഭർത്താവിന് ദുആ ചെയ്യണം. അതാണ് അതിൻ്റെ കടമ. ഒരു ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻഗണന അവർ നൽകേണ്ടത് ഭാര്യയ്ക്കല്ല, മാതാപിതാക്കൾക്കാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഏറ്റവും മുൻഗണന നൽകേണ്ടത് ഭർത്താവിനാണ്. അതുകൊണ്ട് നമുക്ക് സ്വാലിഹായ മക്കളെ നാം ഉണ്ടാക്കണം എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുക എന്നുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം നാം കൃത്യമായി നിർവഹിച്ചില്ല എങ്കിൽ ഇരു ലോകത്തും അവർ നമുക്ക് അപകടമാണ്. കാരണം ഇന്നൊക്കെ നോക്ക്, നമ്മുടെ മക്കൾ അവരുടെ സൗന്ദര്യം പ്രദർശിച്ചുകൊണ്ട് പല രീതിയിലും ഡാൻസും പാട്ടും ഇത്തരത്തിലുള്ള വിഷയത്തിലൊക്കെ ഇടപെടുന്ന മക്കളൊക്കെ നന്നായി കാണുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. അത് ആഘോഷിച്ച് കാണുന്ന മാതാപിതാക്കൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് മരണപ്പെടുമെന്ന് അറിയില്ല. മരണത്തോടു കൂടി അതെല്ലാം അസ്തമിക്കും. പിന്നെ ആ മക്കൾ നമുക്ക് നാളെ പരലോകത്ത് ശത്രുക്കളായിട്ടാണ് വരുന്നത്. അള്ളാഹു സ്വാലിഹീങ്ങൾ ഉഖ്റവിങ്ങൾ പെടുത്തട്ടെ. ഇത് നിസ്സാരമായി കാണേണ്ടതല്ല. നമുക്ക് നമ്മുടെ ഖബറിൻ്റെ അരികിൽ വന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹുവിൻ്റെ പോലത്തെ സ്വാലിഹായ മക്കൾ അല്ലാഹു നൽകി നമുക്ക് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.